പവർ ട്രാൻസിസ്റ്ററിന് 2 ലെഗ്സ് ആണുള്ളത്. ഒന്ന് ബേസും എമിറ്ററും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് നോക്കി മനസ്സിലാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമ്മളിതിങ്ങനെ ഫേസ് ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും ഏരിയ കുറഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള ആ 3 സർക്കിൾസ് ഉണ്ടല്ലോ, ആ 3 സർക്കിൾസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതായിരിക്കും ബേസ്, റൈറ്റ് സൈഡിലുള്ളതായിരിക്കും എമിറ്റർ വരുന്നത്. പവർ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മുകളിലത്തെയോ അതോ അടിയിലത്തെയോ ഏതെങ്കിലും ഒരു ഹോളിൽ നമുക്ക് കളക്ടർ വയർ കണക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ബേസിൻ്റെയോ അതോ എമിറ്ററിൻ്റെയോ വയർ ആ ബോഡിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. കളക്ടർ ബേസ് എമിറ്റർ കണക്ട് ചെയ്തതിന് ശേഷം കളക്ടറിൻ്റെയും ബേസിനും എക്രോസ് 1.5 കിലോ ഓം റെസിസ്റ്റർ കണക്ട് ചെയ്യണം. അതിനുശേഷം സെനർ ഡയോഡിൻ്റെ നെഗറ്റീവ് പോയിന്റ്, അതായത് ആ ബ്ലാക്ക് കളറുള്ള ആ ഒരു ഏരിയ, അതാണ് സെനർ ഡയോഡിൻ്റെ നെഗറ്റീവ് പാർട്ട്. ആ നെഗറ്റീവ് പോയിന്റ് ബേസിന് എക്രോസ് ഉള്ള ആ ഒരു ലൈൻ, ആ ഒരു സെയിം കണക്ഷൻ ആയിരിക്കുമല്ലോ ബ്രെഡ് ബോർഡിൽ, ആ സെയിം ലൈനിൽ സർക്യൂട്ട് ഡയഗ്രാം പ്രകാരം നമ്മൾ ആ നെഗറ്റീവ് പോയിന്റ് നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ട് സെനർ ഡയോഡിൻ്റെ പോസിറ്റീവ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് കൊടുക്കും. In line regulation, we are actually observing a power supply's ability to maintain a constant output voltage despite changes in the input voltage, so that we have to apply a varying input voltage. അതിനുവേണ്ടി നമ്മൾ DC സോഴ്സിൽ നിന്ന് അതിൻ്റെ പോസിറ്റീവ് പോയിന്റ് എടുത്ത് നമ്മൾ കളക്ടറും 1.5 കിലോ ഓം റെസിസ്റ്റർ കണക്ട് ചെയ്ത ആ സെയിം പോയിന്റിലോട്ട് പോസിറ്റീവും ഗ്രൗണ്ടിലേക്ക് നെഗറ്റീവ് പോയിന്റ് നമ്മൾ വെക്കും. അടുത്തതായി അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് പോയിന്റ് എമിറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം പോയിന്റിലോട്ട് കണക്ട് ചെയ്യാം. അതിൻ്റെ നെഗറ്റീവ് വേറൊരു പോയിന്റിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ കൊടുക്കുന്ന വേരിയിങ് ഇൻപുട്ടിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിന് വരുന്ന ചേഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മൾട്ടിമീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പോയിന്റ് നമ്മൾ അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് പോയിന്റ് കുത്തിയിരിക്കുന്ന ആ ഒരു സെയിം പോയിന്റിലോട്ട് കണക്ട് ചെയ്യുക. അടുത്തത് റിയോസ്റ്റാറ്റ് ആണ് നമ്മൾ ലോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അത് മാക്സിമം 1 കിലോ ഓം തരുന്ന ഒരു റിയോസ്റ്റാറ്റ് ആയിരിക്കും യൂസ് ചെയ്യാം. അതിൽ 3 ടെർമിനൽസ് കാണും. അടിയിൽ 2 സ്ക്രൂസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് എ ടെർമിനലും ബി ടെർമിനലും. അതുപോലെ മുകളിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് വേറൊരു സ്ക്രൂ കാണും. അതാണ് സി ടെർമിനലും. എ ടെർമിനലിൻ്റെ സ്ക്രൂ ലൂസാക്കിയിട്ട് അതിലൊരു വയർ കണക്ട് ചെയ്യുക. മുകളിലത്തെ ഒരു സ്ക്രൂ, അതിലാകെ ഒരു സ്ക്രൂ ഉണ്ടാവുള്ളൂ, ആ ഒരു സ്ക്രൂവിലും നമ്മൾ വയർ കണക്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് അമ്മീറ്ററിൻ്റെ നെഗറ്റീവും അതുപോലെ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവും കണക്ട് ചെയ്തിരിക്കുന്ന ആ സെയിം പോയിന്റിലോട്ട് തന്നെ റിയോസ്റ്റാറ്റിൻ്റെ ഒരു പോയിന്റ് കണക്ട് ചെയ്യുക. അതുപോലെ റിയോസ്റ്റാറ്റിൻ്റെ മറ്റൊരു പോയിന്റ് ഏതെങ്കിലും വേറൊരു പോയിന്റിലോട്ട് കണക്ട് ചെയ്യാം. അടുത്തത് പൊട്ടൻഷ്യോമീറ്റർ ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യോമീറ്റർ 10 കിലോ ഓമിൻ്റെ ആണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററിന് ആക്ച്വലി 3 ടെർമിനൽസ് ഉണ്ട്. അതിൻ്റെ സെൻട്രലുള്ള ടെർമിനലിൽ നിന്ന് എടുക്കുന്ന വയർ നമ്മൾ ഒരു പോയിന്റിലോട്ട് കണക്ട് ചെയ്യണം. ഇനി ലെഫ്റ്റിലും റൈറ്റ് സൈഡിലായിട്ട് 2 ടെർമിനൽസ് കാണാം. അതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള വയർ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് എടുത്തിരിക്കുന്ന വയർ റിയോസ്റ്റാറ്റിൻ്റെ വേറൊരു പോയിന്റ് നമ്മൾ കുത്തിയിരുന്നില്ലേ, സി ടെർമിനലിൽ നിന്ന് എടുത്തേക്കണ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിലോട്ട് തന്നെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്യണം. അതുപോലെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ ഏത് സൈഡിൽ നിന്നാണെങ്കിലും ഏതെങ്കിലും ഒരു വയർ നമ്മൾ ഗ്രൗണ്ടിലോട്ടും കണക്ട് ചെയ്യും. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈൻ റെഗുലേഷൻ ആയിരിക്കും. ലൈൻ റെഗുലേഷനിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്ന ചേഞ്ചസ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ 6 വോൾട്ട് തൊട്ട് 20 വോൾട്ട് വരെയാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 6 വോൾട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് മൾട്ടിമീറ്ററിൽ നമ്മൾ നോക്കിയിട്ട് അത് നമ്മൾ ഒരു ടേബിളിലേക്ക് എഴുതി വയ്ക്കുക. അതുപോലെ 7 വോൾട്ട് ആക്കുക, 8 വോൾട്ട് ആക്കുക, അങ്ങനെ 20 വോൾട്ട് വരെ നമ്മൾ ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യാം. ഒരു 10 വോൾട്ടൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് 20 വോൾട്ട് വരെ ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഔട്ട്പുട്ട്സ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് വി ഔട്ട് വേഴ്സസ് വി ഇൻ ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കും ഗ്രാഫ് കിട്ടുന്നത്. ഇനി നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ലൈൻ റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഡെൽറ്റ വി നോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ഇൻ ഇൻറ്റു 100. ഇതിൽ ഡെൽറ്റ വി ഔട്ട് എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് മിനിമം
ഔട്ട്പുട്ട് വോൾട്ടേജ്. എനിക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 5.22 ആണ്. അതുപോലെ മിനിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 4.98 ആണ്. അതേ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ഇൻ, അതായത് ഇൻപുട്ട് വോൾട്ടേജിൽ വന്നിരിക്കുന്ന ചേഞ്ച്. അതെന്തായിരിക്കും? മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് മിനിമം ഇൻപുട്ട് വോൾട്ടേജ്. ഇവിടുത്തെ കേസിൽ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ടും മിനിമം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 1.71% ആണ്. ലോഡ് റെഗുലേഷനിൽ നമ്മൾ നോക്കുന്ന ഇൻപുട്ട് ലോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, അതായത് കോൺസ്റ്റൻ്റായി ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നാണ് ലോഡ് റെഗുലേഷനിൽ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ലോഡായിരിക്കും വേരി ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രത്തോളം കോൺസ്റ്റൻ്റായി നിൽക്കുന്നു എന്നാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലൈൻ റെഗുലേഷൻ്റെ കേസിൽ ഇൻപുട്ട് വോൾട്ടേജ് ആയിരുന്നു വേരി ചെയ്ത് കൊടുത്തിരുന്നത്. ബട്ട് ലോഡ് റെഗുലേഷൻ്റെ കേസിൽ ഇൻപുട്ട് ലോഡായിരിക്കും വേരി ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ലോഡായിട്ട് യൂസ് ചെയ്യുന്നത് റിയോസ്റ്റാറ്റ് ആണ്. 1 kilo ohmൻ്റെ റിയോസ്റ്റാറ്റ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റിയോസ്റ്റാറ്റിൻ്റെ മുകളിലുള്ള സ്ലൈഡർ മാക്സിമത്തിലോട്ട് പതുക്കെ സ്ലൈഡ് ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ ഇങ്ങനെ കൂട്ടി പോകും. അതിനനുസരിച്ച് അമ്മീറ്ററിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മളൊരു ടേബിളിലായിട്ട്, അതായത് നമ്മൾ അമ്മീറ്റർ 0 തൊട്ടായിരിക്കും വേരി ചെയ്ത് പോവാം. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ മൾട്ടിമീറ്ററിൽ നോക്കണം. നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ ഒരു ടേബിളിലാക്കി എഴുതണം. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് കറണ്ട് അതിനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്ന ഒരു രൂപം ഇങ്ങനെയായിരിക്കും. അതിനുശേഷം നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ലോഡ് റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുള്ള ഇക്വേഷനാണ് VNL മൈനസ് VFL ഡിവൈഡഡ് ബൈ VFL. VNL എന്ന് പറയുന്നത് വോൾട്ടേജ് വിത്ത് നോ ലോഡ്, അതായത് നമുക്ക് ലോഡ് 0 ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന വോൾട്ടേജ്, അതേ മൈനസ് VFL എന്ന് പറയുന്നത് വോൾട്ടേജ് വിത്ത് ഫുൾ ലോഡ്, അതേ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് വിത്ത് ഫുൾ ലോഡ്, എന്നിട്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ലോഡ് റെഗുലേഷൻ കിട്ടും.